17-ാം നൂറ്റാണ്ടിൽ വെറും 31 വർഷം 1.5 അടി ഉയരമുള്ള ഒരു കൊച്ചു കുടിലിൽ താമസിച്ച് വിനയത്തിന്റെയും സേവനത്തിന്റെയും വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും ജീവിതം കാഴ്ചവെച്ച ഒരു പുണ്യവനിതയുടെ പേരിനോട് ചേർന്നാണ് പെറുവിന്റെ തലസ്ഥാനമായ ലീമ അറിയപ്പെടുന്നത്. ലീമയിലെ വിശുദ്ധ റോസ്. എത്രനാൾ ജീവിക്കുന്നു എന്നതിലല്ല, ജീവിക്കുന്ന നാളത്രയും സഹജീവികൾക്ക് നന്മയായി മാറുകയാണ് മനുഷ്യായുസിന്റെ ലക്ഷ്യമെന്ന വലിയൊരു സന്ദേശം നൽകി ഇന്നും ലീമയിലെ വിശുദ്ധ റോസിന്റെ പ്രശസ്തി ലോകമെങ്ങും വ്യാപിക്കുകയാണ്. ആ വിശുദ്ധ വനിത ജീവിച്ച പുണ്യഭൂമിയിലേക്കാണ് ടീം ട്രാവലിസ്റ്റയുടെ ഈ യാത്ര. വിശുദ്ധ റോസയുടെ ഓർമ്മകളും ജീവിതവും കുടികൊള്ളുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞങ്ങളെ നയിക്കാനെത്തിയത് പുഷ്പ സിസ്റ്ററായിരുന്നു. 30 വർഷമായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന സിസ്റ്ററോടൊപ്പം പുണ്യവതി റോസയുടെ ജീവിത വഴികളും സാക്ഷ്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഒരു യാത്ര. വിശുദ്ധ റോസയും നമ്മുടെ കൊച്ചിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. വിശുദ്ധ റോസയുടെ നാമത്തിൽ സ്ഥാപിതമായ ഏഷ്യയിലെ ആദ്യ ദേവാലയം അത് നമ്മുടെ കൊച്ചി ചെറായിയിലെ ചക്കരക്കടവിലാണ്. പെറുവിലേക്കുള്ള യാത്രയിൽ വിശുദ്ധ റോസയെ കാണണമെന്ന് ചക്കരക്കടവ് നിവാസിയും എന്റെ ഉറ്റ സുഹൃത്തുമായ അനിൽ ബെന്നി എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ പുണ്യയാത്ര. വിശുദ്ധ റോസ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഇടമാണ് നമുക്കാദ്യമായി പുഷ്പ സിസ്റ്റർ കാണിച്ചു തന്നത്. എർമിറ്റ എന്നാണ് ഇതിനെ സ്പാനിഷിൽ വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആശ്രമങ്ങൾ പോലെയാണിവ. പ്രാർത്ഥനകളും കൂദാശകളും വിശുദ്ധ റോസയുടെ തപസ്സുകളുമെല്ലാം ഈ എർമിറ്റയിൽ വെച്ചായിരുന്നു. ഇത് പണിതത് സാന്താ റോസയുടെ സഹോദരനായിരുന്നു. പച്ചമരുന്നുകൾ ഉപയോഗിച്ച് നിർധനരായ രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന, പാവപ്പെട്ടവരോട് സഹാനുഭൂതിയോടെയും സ്നേഹത്തോടെയും പെരുമാറിയിരുന്ന വിശുദ്ധ റോസയുടെ ജീവിതകാലം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടിയുള്ള സേവനമായിരുന്നു. ഈ ചില്ലുകൂട്ടിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന മരക്കഷ്ണം പുണ്യവതി റോസയുടെ കാലത്തെ ചെറുനാരങ്ങാ മരത്തിന്റെയും ഓറഞ്ച് മരത്തിന്റെയും കഷ്ണങ്ങളാണ്. 600 വർഷത്തോളം പഴക്കമുള്ള ഇവ വിശുദ്ധ റോസയുടെ പൂന്തോട്ടത്തിൽ നിന്ന് ശേഖരിച്ചതാണ്. തന്റെ അവധി സമയങ്ങൾ വിശുദ്ധ റോസ ചെലവഴിച്ചിരുന്ന റോസ് ഗാർഡനിലേക്കായിരുന്നു ഈ യാത്രയുടെ അടുത്ത ഘട്ടം. ഇന്നും എത്ര മനോഹരമായാണവർ ഈ പൂന്തോട്ടത്തെ പരിപാലിക്കുന്നത് എന്നത് അത്ഭുതകരമായി തോന്നി. സാന്താ റോസയുടെ യഥാർത്ഥ പേര് ഇസബെൽ എന്നായിരുന്നു. അത് റോസ് ആയതിനു പിന്നിൽ ഒരു കഥയുണ്ടെന്ന് പുഷ്പ സിസ്റ്റർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. പുണ്യവതിയുടെ അമ്മയിട്ട പേരായിരുന്നു റോസ്. അവരുടെ പിഞ്ചുമുഖം റോസാപ്പൂ പോലെ പ്രതിഫലിച്ചതിനാലാണ് ആ പേരവരിട്ടതെന്നാണ് പുഷ്പ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ റോസ് എന്ന പേര് സാന്താ റോസയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. ഒരു സ്വപ്നത്തിൽ യേശുദേവനും മാതാവും പ്രത്യക്ഷപ്പെട്ട് വിശുദ്ധ റോസയോട് നിനക്ക് ഈ പേരാണ് വേണ്ടത് എന്ന് പറയുകയായിരുന്നു. അതോടെ സാന്താ റോസയ്ക്ക് ആ പേര് ഒരുപാട് ഇഷ്ടമായി തുടങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പോയ ഇടം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുണ്യസ്ഥലമാണ്. തീർത്ഥാടകരെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ ഒരു കത്തിലെഴുതി ഈ കിണറ്റിലേക്കെറിയും. ഒരുപാട് പ്രത്യക്ഷങ്ങൾ നടന്ന ഇടമാണിത്. സാന്താ റോസയും കുടുംബവും ഉപയോഗിച്ചിരുന്ന ഈ കിണറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരു കത്തിലെഴുതി ഇടണമെന്നാണ്. കൂടെ ഞങ്ങളും എഴുതി ഒരു കത്ത്. എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഈ കത്തുകൾ അച്ഛന്മാരെടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. കേരളത്തിലെ ദുരന്ത ഭൂമികയിലെ ജനങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആ കത്ത് അവിടെ നിക്ഷേപിച്ചു. ഒരുപാട് പ്രാർത്ഥനയോടെ.
പുഷ്പ സിസ്റ്റർ ഞങ്ങൾക്ക് പിന്നീട് പരിചയപ്പെടുത്തി തന്ന മറ്റൊരു വിശുദ്ധനാണ് സെയിന്റ് മാർട്ടിൻ ഡി പോറസ്. വിശുദ്ധ റോസയുടെ ജീവിതകാലത്ത് പുണ്യവാനായ മറ്റൊരു പുരോഹിതനായിരുന്നു ആഫ്രോ അമേരിക്കനായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അന്നത്തെ വർണ്ണവിവേചനം കാരണം ഒരച്ഛനാകാൻ കഴിയാതെ ബ്രദറായി തന്നെ ഒടുവിൽ സെയിന്റ് ആവുകയാണ് ചെയ്തത്. തീർത്ഥാടകരുടെ നല്ല തിരക്കുള്ള മറ്റൊരു പ്രധാന ഇടമായിരുന്നു ഈ ചാപ്പൽ. സാന്താ റോസ ജനിച്ച ഇടം. ഒരുപാട് പൂക്കളും വർണ്ണങ്ങളുമായി വളരെ മനോഹരമായാണ് ഈ ഒരിടം ഒരുക്കിയിരിക്കുന്നത്. കുർബാനകളും മാമോദിസയും കല്യാണങ്ങളുമെല്ലാം ഇവിടെ സ്ഥിരമായി നടക്കാറുണ്ട്. അകത്തേക്ക് കയറിയ ഞങ്ങളെ കാത്തിരുന്നത് വിശുദ്ധ റോസയുടെ വളരെ മനോഹരമായ ഒരു പ്രതിമയായിരുന്നു. റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച വിശുദ്ധ റോസയുടെ പ്രതിമയെ കാണുന്നത് തന്നെ എത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. ഞായറാഴ്ച കുർബാനയ്ക്കുള്ള സമയമായി കഴിഞ്ഞു. ഞായറാഴ്ച കുർബാന ആയത് കാരണം ബസിലിക്കയിൽ നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. നിങ്ങളെല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും ആ കുർബാനയിൽ പങ്കാളികളായി. വിശുദ്ധ റോസയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന പള്ളിയാണ് ഈ ബസലിക്ക. ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങൾ ഈ പ്രതിമയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിമയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് തർജ്ജമ ചെയ്തു തന്നത് പുഷ്പ സിസ്റ്ററാണ്. സാന്താ റോസ ജീവിച്ചിരുന്ന കാലത്തെ ബസലിക്കയാണത്. ഇവിടെയാണ് വിശുദ്ധ റോസ വളർന്നതും സ്പിരിച്വാലിറ്റി കിട്ടുന്നതുമെല്ലാം. അത്രയ്ക്ക് പുണ്യമായ ഒരിടമാണിത്. ഡൊമിനിക്കൻ പുരോഹിതന്മാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്നൊരു ക്ഷണമാണ് അച്ഛൻ ഞങ്ങൾക്ക് നൽകിയത്. ബസലിക്കയിൽ നിന്ന് ഞങ്ങൾ അടുത്തതായി പോകുന്നത് വിശുദ്ധ റോസയെ അടക്കം ചെയ്ത ഡൊമിനിക്കൻ കോൺവെന്റിലേക്കാണ്. പുണ്യപുരാതനമായ ഈ ഇടം ഒരുപാട് ചിത്രകലകളും മറ്റും നിറഞ്ഞ ഒരിടമാണ്. ചിത്രങ്ങളും പെയിന്റിങ്ങുകളും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിനൊപ്പം നടന്നു. സെയിന്റ് മാർട്ടിൻ ഡി പോറസ്, സാന്താ റോസ ഡി ലീമ, സാൻ ജുവാൻ മസിയാസ് എന്നിവരുടെ ചിത്രങ്ങളാണ് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ വളർന്ന് വിശുദ്ധരായവർ. ഇവരുടെ തലയോട്ടികളും ഇവിടെ കാണാം. സാൻ ജുവാൻ മസിയാസിനെ പാവപ്പെട്ടവരുടെ അച്ഛൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അഭയാർത്ഥികൾക്ക് മധ്യസ്ഥനും ആത്മാക്കളുടെ വക്കീലുമാണ് സാൻ ജുവാൻ മസിയാസ്. വിശുദ്ധ റോസ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധയാണ്. അമേരിക്കയുടെയും തദ്ദേശ നിവാസികളുടെയും മധ്യസ്ഥയും പാവപ്പെട്ടവർക്കും നിരാലംബരായ രോഗികൾക്കുമായി സേവനമനുഷ്ഠിച്ച പുണ്യവതി. ലോകസമാധാനത്തിന്റെയും നീതിയുടെയും മധ്യസ്ഥനാണ് സെയിന്റ് മാർട്ടിൻ ഡി പോറസ്. രോഗബാധിതരുടെ മധ്യസ്ഥനും പക്ഷിമൃഗാദികളുടെ രക്ഷകനുമായിരുന്നു ഫാദർ. അതിനുശേഷം വിശുദ്ധരുടെ മുഖങ്ങൾ 3Dയിൽ പ്രിന്റ് ചെയ്തു വച്ചിരിക്കുന്നിടത്തേക്കാണ് ഞങ്ങൾ പോയത്. എന്തു മനോഹരമായാണ് അവരിത് ചെയ്തിരിക്കുന്നത്.
വിശുദ്ധ റോസയെ അടക്കം ചെയ്തിരിക്കുന്ന ശവകുടീരം കാണാനായി ഒരു സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമായിരുന്നു. അതെടുത്ത ശേഷം പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇവിടെയാണ് ശവകുടീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങളും കണ്ണുകളടച്ച് അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു. വിശുദ്ധ റോസ പുണ്യവതി, അങ്ങയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് അനുഗ്രഹം തരേണമേ. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ കുടീരത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകാനായി മധ്യസ്ഥം നിൽക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മധ്യസ്ഥം തേടിടുന്നു, ഞങ്ങൾ മധ്യസ്ഥം തേടിടുന്നു. നിറയും മിഴിയുമായി വിങ്ങും. നിങ്ങൾക്ക് ഇനിയും ഇതിൽ കൂടുതലും അറിയണമെങ്കിലും അടുത്തറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ ലീമയിൽ നിങ്ങൾക്കൊരു സ്ഥലവും നിങ്ങളെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. ഹാർട്ടി വെൽക്കം. എന്തായാലും കേട്ടാലും സന്തോഷം സിസ്റ്റർ. താങ്ക് യു. എന്തായാലും എനിക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയല്ലോ. താങ്ക് യു. അപ്പോൾ എന്തായാലും ടീം ട്രാവലേഴ്സിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു അവസരം തന്ന എല്ലാ ചക്രക്കടവ് നിവാസികൾക്കും ഒപ്പം അനിൽ ബെന്നിക്കും പ്രത്യേകം താങ്ക് യു.